മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന KSRTC പിടിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ അപകടം നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിട്ടുള്ളത് സ്ത്രീകളെ വണ്ടി ഇടിച്ച് കൊല്ലുക, സ്കൂട്ടറിൽ പൊട്ടി തട്ടി കൊല്ലുക രാവിലെയാണ്. ഇതിൻ്റെ കാരണമായിട്ട് നമുക്ക് തോന്നിയത് ഈ മദ്യപിച്ചിട്ട് വരുന്നവരെ ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല, പക്ഷെ തലേ ദിവസം ഹാങ് ഓവർ ഇടമുണ്ട്. ഈ തലേ ദിവസം ഹാങ് ഓവർ ഓടെയാണ് വണ്ടി അപ്പോൾ രാവിലെ അസ്വസ്ഥനായിരിക്കും. അപ്പോൾ ഇറിറ്റേറ്റഡ് ആവും. ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ലേഡി വന്ന് സ്കൂട്ടറിൽ അങ്ങോട്ട് കയറി ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരു സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്താൽ അവരെ കാര്യം കഴിഞ്ഞു. അങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടും ഈ ഹാങ് ഓവർ പലരും പറയുന്നുണ്ട്, സാറേ ഇന്നലെ കഴിച്ചാൽ ഇന്ന് ഊതിച്ചപ്പം പിടിച്ചു വിട്ട്. അതിലൊരു വീഴ്ചയില്ല. എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പറയാം, മദ്യവെച്ച് ഡ്യൂട്ടിക്ക് വരികയോ മദ്യവെച്ച് KSRTCയിൽ വണ്ടി ഓടിക്കാൻ വരികയോ ജോലിക്ക് വരികയോ ചെയ്താൽ സ്ത്രീകൾ ഒഴിച്ച് എല്ലാവരെയും പരിശോധിക്കും. അതിൽ ടെമ്പറേക്കാരാണെങ്കിൽ അപ്പം തന്നെ പിരിച്ചുവിടും. ആരെ കൊണ്ടും ഞാൻ പല സ്ഥലത്തും വിഷമമായിട്ട് മാറിയിരിക്കണം. പല സ്ഥലത്ത് ചിലപ്പോൾ അങ്ങ് ശുപാർശയാണ്, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനല്ലത് ചെയ്യുന്ന ആൾ, അത് KSRTCയുടെ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കുക, മദ്യം വെച്ച് വണ്ടി ഓടിച്ചേച്ച് ദയവ് ചെയ്ത് ശുപാർശയ്ക്ക് വരാം. അതിലൊരു സന്തോഷം വെച്ചാൽ ഒരൊറ്റ MLA മാരും ഒരു മന്ത്രിമാരും അവരാരും ഇതുവരെ 1-2 പേര് ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന്. ഇപ്പോൾ അവർ ശുപാർശയ്ക്ക് ആരും വരാറില്ല, ആരും പറയാറില്ല. അതൊരു നല്ല കാര്യമല്ല എന്നെല്ലാവർക്കും